ഹായ്. നിങ്ങൾ പുട്ടിലാണ് ഞങ്ങളുള്ളത് അല്ലേ മിസ്റ്റർ ഉണ്ണിക്കുട്ടൻ? അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് പുട്ടിലാണ്. പുട്ട് ഒരു അടിപൊളി റെസ്റ്റോറൻ്റാണ്, കുഴപ്പമില്ല. നമ്മൾ വരുമ്പോൾ തന്നെ ഒരു വെൽക്കം ഡ്രിങ്ക്, ഒരു സുലൈമാനിയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇവിടെ. ഉണ്ണിക്കുട്ടൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു സുലൈമാനി, നല്ല കറുവപ്പട്ടയൊക്കെ ഇട്ട് അല്ലേ, അങ്ങനെയല്ലേ സിയോൻ? എന്താണ് അഭിപ്രായം? നല്ല അഭിപ്രായം. ആ ഭിത്തിയിലൊക്കെ പുട്ടുകൾ അടുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, വളരെ വലിയ പുട്ടാണ്. അത് ആക്ച്വലി പണ്ട് ഭീമസേനന് ഉപയോഗിച്ച പുട്ടാണ്. ഉണ്ണിക്കുട്ടാ, നിനക്ക് ചിരി വരുന്നുണ്ടോ? ഇതിനുള്ളിൽ ആംബിയൻസ് ഒക്കെ അടിപൊളിയല്ലേ അല്ലേ? ഇവിടുത്തെ മെനുവിൽ പല വിചിത്രമായ പേരുകളുണ്ട് കേട്ടോ. ഇത് കുഞ്ഞിക്കൂനൻ പുട്ട്, കുഞ്ഞിക്കൂനൻ പുട്ട് വിത്ത് ഡക്ക്, മീശമാധവൻ പുട്ട് വിത്ത് ചിക്കൻ ഫ്രൈ. ഇപ്പം എന്തായാലും ഇവിടെ ഫുഡ് ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഐറ്റം അമർ അക്ബർ അന്തോണിയാണ്. അതിൽ ഒരു ഓംലെറ്റ് ഉണ്ട്, ചിക്കൻ കറി ഉണ്ട്, പിന്നെ പുട്ട് നല്ല ഹാർട്ട് ഷേപ്പിലൊക്കെ ആക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. കൂടെ പപ്പടവും ഉണ്ട്. പിന്നെ അടുത്ത ഐറ്റം ഉണ്ണിക്കുട്ടൻ എന്താണ് പറഞ്ഞത്? ഫ്രൈഡ് റൈസ്, ഇറച്ചിച്ചോറ്. ഓക്കെ, അപ്പോൾ ഇറച്ചിച്ചോറിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. പുട്ടിൻ്റെ ഉള്ളിലൊരു മസാലയൊക്കെ ഉണ്ട് കേട്ടോ, എന്തായാലും പൊളിയാണ്, കഴിച്ചു നോക്കാം. ഉണ്ണിക്കുട്ടൻ്റെ ഇറച്ചിച്ചോറ് വന്നപ്പോൾ അവൻ്റെ ചിരി, അവൻ്റെ ആണോ? ഓക്കെ, കൊള്ളാം, അടിപൊളി. സിയോൻ, ഇറച്ചിച്ചോറ് കഴിച്ചിട്ട് അഭിപ്രായം പറയട്ടോ. ഓക്കെ, ഇനി നമ്മൾ പോകല്ലേ? എങ്ങനെയുണ്ടായി പുട്ട്? പുട്ട് അടിപൊളി. അപ്പോൾ മിസ്റ്റർ ദിലീപ്, മറ്റേ ദിലീപിനൊന്ന് നന്ദി പറയും. മിസ്റ്റർ സിയോൻ, എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. സിയോൻ പറയട്ടെ, അടിപൊളിയായിരുന്നു. അപ്പോൾ ഓക്കെ, ബൈ.